കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റും അതിലുള്ള അടയാളങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കും. രക്തവും തീയും പുക ആവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഈ വാക്യത്തിൽ പറയുന്ന സൂചനകള് നടക്കുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. എന്നാൽ കർത്താവിന്റെ വരവില് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് അവസാന ഭാഗം പഠിപ്പിക്കുകയാണ്. നാം രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിൽ അവകാശിയായി തീരണം. എന്താണ് രക്ഷിക്കപ്പെടുക? റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും സ്വർഗസ്വനായ പിതാവ് അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ നാമും പരിശോധിക്കണം, നാം രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ കർത്താവിന്റെ വരവില് പൂർണ്ണമായിട്ടും നമുക്കും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അവന്റെ രാജ്യത്തിൽ നമുക്ക് അവകാശിയാകുവാനായിട്ട് സാധിക്കും.